ഈ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം വിശ്വാസം വളരണമെന്നില്ല. ഈശോയുടെ ശിഷ്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഈശോയുടെ ശിഷ്യന്മാർ കണ്ടത്രയും അത്ഭുതങ്ങൾ വേറെ ആരാണ് കണ്ടിട്ടുള്ളത്? എന്നിട്ടും അവർ പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വളരെ വേദനയോടെ ചോദിക്കുന്നുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ മാത്രമാണോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇവിടെ ഈ രാജസേവകൻ ഈശോയുടെ വാക്കിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. അത് വിശ്വസിച്ച ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ സൗഖ്യമുള്ളവനായിട്ട് മാറുകയാണ്. ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഇന്ന് ആളുകൾ വളരെ കുറവാണ്. പക്ഷേ അത്ഭുതങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളിൽ ആളുകൾ ഇടിച്ചു കയറുകയാണ്. നമ്മുടെ വിശ്വാസമൊക്കെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാകുന്നുണ്ടോ? ഈശോയുടെ വചനത്തിലൊക്കെ ഒരാഴമായ വിശ്വാസം നമുക്കുണ്ടാകുന്നുണ്ടോ? അതോ നമ്മുടെ വിശ്വാസമൊക്കെ ഈ ബുദ്ധിയുടെ തലത്തിൽ മാത്രമാണോ? ഹൃദയം കൊണ്ട് ഏറ്റുപറയാനും ഹൃദയത്തിൽ വിശ്വസിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കും പ്രാർത്ഥിക്കാം ശിഷ്യന്മാരെ പോലെ, ഈശോയെ ആഴമായ ഒരു വിശ്വാസം എനിക്ക് നൽകണമേ എന്ന്.